ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ അങ്ങനെ 1 മാസം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ വളർച്ചയുടെ ആ 1 മാസത്തെ ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇതെടുത്തത്. ഫസ്റ്റ് ഉണ്ടായ സമയത്തുള്ള ഒരു പരുവാണിത് കേട്ടോ. ചുമ്മാ കെട്ടിപ്പിടിച്ചെല്ലാം കൂടെ കിടക്കുമായിരുന്നു. 3 ഉണ്ടായിരുന്നു, പക്ഷേ ഒരാൾ ചത്തുപോയി. അതിനുശേഷം പിന്നെ അവർ ഓരോ ആഴ്ചയിലും അവർക്ക് വ്യത്യാസങ്ങളുണ്ട്. പെട്ടെന്നാണ് പൂച്ചക്കുഞ്ഞുങ്ങൾ വളരുന്നത് കേട്ടോ. ഒരു കുഞ്ഞ് 9 ദിവസമായപ്പോൾ കണ്ണു തുറന്നു. മറ്റൊരു കുഞ്ഞിന് കുറച്ച് ദിവസം കൂടെ 11 ദിവസമായപ്പോഴാണ് അടുത്തൊരു കുഞ്ഞ് കണ്ണു തുറന്നത്. പിന്നീട് വന്ന അവർക്ക് ഉണ്ടായിരുന്ന ഒരു കടമ്പയെന്ന് പറയുന്നത് ഈ നടക്കുക എന്നുള്ളതായിരുന്നു. ഇരുന്നിങ്ങനെ വട്ടം കറങ്ങുന്ന ഒരു സ്റ്റേജായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ 2 ആഴ്ചയോളം. അതിന് ശേഷമാണ് ഇങ്ങനെ പതുക്കെ പിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആദ്യമൊന്ന് വലിഞ്ഞ് നടന്നു നോക്കി. പിന്നെ അത് കഴിഞ്ഞ് പിച്ച് നടന്നു. ഈ പൂച്ചമ്മ എപ്പോഴും നക്കലാണ് കേട്ടോ. സ്റ്റെറിലൈസ് എപ്പോഴും നക്കലാണ്. കുളിപ്പിച്ച് എപ്പോഴും ഭയങ്കരമായിട്ട് കുളിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ അവൾ ഒരുപാട് നേരം നക്കി ഒരുപാട് കഷ്ടപ്പെടുന്നൊക്കെ കാണാം കേട്ടോ. ഇതിനൊക്കെ ആര് പഠിപ്പിച്ചിട്ടാണോ എന്തോ, ഇതൊക്കെ ആരോ പഠിപ്പിച്ച പോലെയാണ് ഇതിന് ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് അവരെ വീട്ടിൻ്റെ അകത്തൊന്ന് കൊണ്ടുവന്നു. ജസ്റ്റ് ഒരു ടർക്കിക്കകത്തൊക്കെ കൊണ്ടിരുത്തി അവരൊന്ന് നടക്കാനായിട്ട്. കൂടിനകത്താകുമ്പോൾ അത്രയ്ക്കും നടക്കാനുള്ള ഇടയില്ലല്ലോ. പക്ഷെ ഒരു വീട്ടിൽ വന്നപ്പോഴത്തേനും അറ്റ്മോസ്ഫിയർ മാറിയോണ്ടാണോ എന്നറിയത്തില്ല, ഇങ്ങനെ അനങ്ങാതെ തന്നെ അങ്ങിരുന്നു. കളിക്കാനുള്ള ശ്രമമൊന്നുമില്ല. ഞാൻ കൈ കനക്കിയൊക്കെ നോക്കിയിട്ടൊന്നും നമ്മളടുത്ത് തിരിച്ചതുപോലൊന്നും റെസ്പോണ്ട് ചെയ്തൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ നോക്കി വട്ടം കറങ്ങിയിരുന്നതേ ഉള്ളൂ. അച്ഛനും അമ്മയും ഭയങ്കര കെയറിങ്ങാണ് രണ്ടുപേരും. ആദ്യമൊക്കെ ഇത് അമ്മ പൂച്ചയാണ് കേട്ടോ, ഇത് അച്ഛൻ പൂച്ചയും. അപ്പോൾ ആദ്യമൊക്കെ അച്ഛൻ പൂച്ച ഓടിപ്പോവായിരുന്നു കുഞ്ഞുങ്ങളടുത്തോട്ട് വരുമ്പോഴത്തേന്. ഇപ്പം പിന്നെ ഓടിപ്പോകലൊന്നുമില്ല, പക്ഷെ എന്നാലും അങ്ങനെ കളിപ്പിക്കാറൊന്നുമായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കുഞ്ഞിനെ ഭയങ്കര കളിപ്പിക്കലും ഭയങ്കര കമ്പനിയുമായിരുന്നു അവൻ. ആദ്യമൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു, പിന്നീട് അങ്ങ് ഭയങ്കര കമ്പനിയായി മാറി. ഇപ്പോൾ ഇവർ നല്ലപോലെ നടക്കാനായിട്ടുണ്ട്. അതുപോലെ ഈ കമ്പിയിലെല്ലാം പിടിച്ച് മേലോട്ട് കയറുകയും അങ്ങനെയൊക്കെ ചെയ്യും. ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഫുഡ് അച്ഛനമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ബിസ്ക്കറ്റും മീനും ഇറച്ചി അങ്ങനെയൊക്കെ പയ്യെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇറച്ചി ഞാനിതുവരെ കൊടുത്തില്ല. മീനൊക്കെ കഴിക്കാൻ, ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചോറ് കൊടുക്കുമ്പോഴത്തേന് ഞാൻ ഇവരെ ഇവിടെ നിന്ന് മാറ്റാറുണ്ട്. കാരണം ചോറ് വരെയൊക്കെ ഉണ്ടാവുമെന്നല്ലേ പറയാറ്. അതുകൊണ്ട് അങ്ങനെ ചോറ് കൊടുക്കുമ്പം മാറ്റി വയ്ക്കും. അതിന് തിന്നാൻ ഭയങ്കര ബഹളമാണ് അച്ഛൻ്റെ അമ്മയുടെയും ഫുഡ് തിന്നാനായിട്ട്. എന്നിട്ട് അമ്മയുടെ പാൽ കുടിക്കുകയും ചെയ്യും. ഒരു പക്ഷേ പാൽ കുറവായതുകൊണ്ടായിരിക്കാം ഈ ഫുഡും കൂടെ കഴിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ ഇപ്പം കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൈക്കിട്ട് അനക്കിയൊക്കെ നോക്കിയാൽ നമ്മളടുത്ത് തട്ടി കളിക്കാനൊക്കെ വരും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുഞ്ഞിന് അത്രയും ആക്റ്റീവല്ല ഇവർ. കുറച്ചും കൂടെ ഒരു പമ്മിയ പരുവാണ്. ഈ ജിഞ്ചർ പൂച്ചകൾക്ക് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പൊതുവെ പമ്മിയ വരുവാണോ എന്നറിയത്തില്ല. എന്നാലും ഈ കളറൊക്കെ ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.